സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം 2 മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങി. അവസാന പേജ് മാത്രമാണ് ഗവർണർ വായിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. Honorable Speaker, Chief Minister, Ministers, Leader of the Opposition and members, it is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ഇപ്പോൾ ചേരുകയാണ്. അഖിൽ, ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ നയത്തിൻ്റെ ഒരു സൂചന നൽകിയിരുന്നു. ഔപചാരികമായ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങി നിയമസഭയിലേക്ക് വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നയപ്രഖ്യാപനത്തിൻ്റെ ചില ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നു. അവസാന ഖണ്ഡിക വായിച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടിനോട് ഒരു സന്ധിയും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചന അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? കെ.പി. ഗവർണർ സർക്കാരിനെതിരെയുള്ള നിലപാട് വീണ്ടും ആവർത്തിച്ച് തന്നെ അത് കടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ 15ാം നിയമസഭയുടെ 10ാമത്തെ സമ്മേളനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആ നയപ്രഖ്യാപന സമ്മേളനത്തിലേക്ക് സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും സ്പീക്കറും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ മന്ത്രിയുമായ കെ രാധാകൃഷ്ണനും ഗവർണറെ സ്വീകരിക്കുന്നതിലേക്കായി നിയമസഭയുടെ മുന്നിൽ എത്തി നിൽക്കുന്നു. അവിടെ ഔപചാരികപരമായി തന്നെ ഗവർണർ എത്തുന്നു. അവിടെ നിന്ന് ഔപചാരികമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. അതിനുശേഷം സ്വീകരണ ബൊക്ക നൽകുന്ന സമയത്ത് ഒരു ഹസ്തദാനം നടത്താൻ പോലും അല്ലെങ്കിൽ ഒരു തൊഴുകൈയോടുകൂടി ഒരു സ്നേഹപ്രകടനം നടത്താൻ പോലും മുഖ്യമന്ത്രിയോട് ഗവർണർ തയ്യാറായില്ല എന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം സഭയിലേക്ക് ഉള്ളിലേക്ക് എത്തുന്നു. അതിവേഗം തന്നെ നയപ്രഖ്യാപന ചടങ്ങുകൾ ആരംഭിക്കുന്നു. ആ നയപ്രഖ്യാപന ചടങ്ങ് ആരംഭിച്ച് 2 മിനിറ്റിൽ അദ്ദേഹം വായിച്ച പാരഗ്രാഫ് 136ാമത്തെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ്. നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നിവയുടെ കാലാതീതമായ മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാവാത്ത പൈതൃകത്തോടും നാം കാണിക്കുന്ന ബഹുമാനവും പരിഗണനയുമാണെന്നും നമുക്ക് ഓർമ്മിക്കാം. ഇക്കാലമത്രയും നമ്മുടെ രാഷ്ട്രം സംഘടിതവും ശക്തവും നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിന്റെ ശ്രീ